നടിയെ ആക്രമിച്ച കേസിലെ വിധി നിരാശാജനകമെന്ന് അതിജീവിതയുടെ മുൻ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എ സുരേശൻ. കേരളം ഉറ്റുനോക്കിയ കേസായിരുന്നു ഇത്. വിധി പൂർണ്ണമായി വായിച്ച ശേഷമേ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാകൂ. കൂറുമാറ്റങ്ങൾ കേസിനെ പ്രതികൂലമായി ബാധിച്ചിട്ടില്ലെന്നും സമൂഹത്തിനാകെ വിധിയിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നുവെന്നും എ സുരേശൻ തൃശൂരിൽ പറഞ്ഞു. സ്വാഭാവികമായിട്ട് കോടതി പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ രേഖകളൊക്കെ പരിശോധിച്ച് കോടതിയെ സംബന്ധിച്ച് കോടതിക്കൊരു ബോധ്യം വരണം, ഇതിൽ ഗൂഢാലോചന ഉണ്ട്. അങ്ങനെ ബോധ്യം വന്നെങ്കിൽ കോടതി പൊതുവെ ആ കേസിൽ ഇടപെടും, അതിൻ്റേതായിട്ടുള്ള ശിക്ഷ തരികയും ചെയ്യും. ഇതിലിപ്പോൾ കോടതിയെ സംബന്ധിച്ച് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല ഗൂഢാലോചനയുടെ ഭാഗമെന്നാണ് മനസ്സിലാക്കുന്നത്. തെളിയിക്കുക എന്നുള്ള പ്രോസിക്യൂട്ടർമാരെ സംബന്ധിച്ച് വ്യക്തിപരമൊന്നും ഇല്ല. ഇതിൽ പ്രോസിക്യൂട്ടർമാർക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിച്ച് കണ്ടെത്തുന്ന തെളിവുകൾ കോടതിയിൽ നേരത്തെ സമർപ്പിക്കും. അത് പിന്നീട് കോടതിയിൽ അത് പ്രസൻറ്റ് ചെയ്യേണ്ട ഡ്യൂട്ടിയാണ് പ്രോസിക്യൂട്ടർമാർക്കുള്ളത്. അത് തന്നെ എല്ലാ പ്രോസിക്യൂട്ടർമാരും ചെയ്യാറുള്ളത്. ഇതിലും അങ്ങനെ തന്നെയായിരിക്കും ചെയ്ത് കാണാം. കൂറുമാറുക എന്നുള്ളത് കാര്യമായിട്ടുള്ള ദോഷമൊന്നും ഈ കേസിന് ഉണ്ടായിട്ടുള്ളതല്ല. കാരണം ഇതിൽ വിക്ടിമിൻ്റെ മൊഴിയും മറ്റ് അനുബന്ധ മൊഴികളാണ് കോടതി പരിശോധിക്കുക. എന്തായാലും ഏത് ഭാഗം കൊണ്ടാണ് അതിൽ കോടതി ഇങ്ങനെ തീരുമാനം എടുത്തതെന്നുള്ള വിധി വായിച്ചു നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ.